നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കാണെങ്കിലും പഠന ആവശ്യത്തിനായിട്ട് മൊബൈൽ ഫോൺ അത് അത്യാവശ്യമാണ്. പക്ഷേ അതിൻ്റെ ദുരുപയോഗം നമ്മുടെ പഠനത്തെയും നമ്മുടെ മാനസിക നിലയെല്ലാം തന്നെ തകർക്കാനുള്ള സാധ്യതയും 100%. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികൾ അമിതമായി ഫോണിൽ സമയം ചെലവഴിക്കുമ്പോൾ അതിനെ തടയുന്നതും അവരെ ശകാരിക്കുന്നതുമെല്ലാം. എന്നാൽ അത് തൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് അത് സ്വീകരിക്കാൻ ഒരുപക്ഷെ കുട്ടിക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ചില കുട്ടികൾ അത് തർക്കിക്കുകയും ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർ ദേഷ്യം വന്ന് പല കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ ഫോൺ ഉപയോഗത്തെ ചോദ്യം ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. പിന്നാലെ വാക്കുതർക്കത്തിനൊടുവിൽ സ്മാർട്ട് ഫോൺ തല്ലിപ്പൊട്ടിച്ചു. ശേഷം നടന്നത് ഒരു നാടിനെയും വീടിനെയും എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ്. ഇത് തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലാണ് നടക്കുന്നത്. നാടിനെ നടുക്കിയ ഒരു അതിദാരുണമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും എല്ലാം പെൺകുട്ടി അമിതമായി ഫോൺ ഉപയോഗിക്കുകയായിരുന്നു. അമിതമായ ഫോൺ ഉപയോഗം മൂലം കുട്ടിക്ക് പഠനത്തിലും ശ്രദ്ധയില്ലാതെയായി. +1 പഠിക്കുന്നത് കൊണ്ട് തന്നെ വീട്ടുകാർക്ക് ആവലാതിയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇത്തരത്തിൽ പെൺകുട്ടിയുടെ അമിതമായ ഫോൺ ഉപയോഗം സ്വന്തം സഹോദരൻ ചോദ്യം ചെയ്യുകയായിരുന്നു. പിന്നാലെ വാക്കുതർക്കവും അതിരൂക്ഷമായി. വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഈ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടത്. തുടർന്ന് സഹോദരൻ ഫോൺ പിടിച്ചു വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു. ഇതിൽ മനം നൊന്ത പെൺകുട്ടി ഉടൻ തന്നെ കിണറ്റിലേക്ക് ചാടി ജീവൻ ഒടുക്കുകയായിരുന്നു. തുടർന്ന് പിന്നാലെ തന്നെ വേഗം രക്ഷിക്കാൻ ചാടിയ സഹോദരനും അതിദാരുണമായി മരിക്കുകയായിരുന്നു. ഒരു കുടുംബത്തിലെ 2 മക്കളാണ് ഇത്തരത്തിൽ ഒരു തർക്കത്തിനൊടുവിൽ പോയി കിണറ്റിൽ ഒരാൾ ചാടി, ഒരാൾ രക്ഷിക്കാനായിട്ട് ചാടി. പിന്നാലെ 2 പേർക്കും മരണം സംഭവിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലാണ് ഫോണിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടമായത്. 18കാരനായ മണികണ്ഠനും 16കാരി പവിത്രയുമാണ് സംഭവത്തിൽ അതിദാരുണമായി മരിച്ചത്. +1 വിദ്യാർത്ഥിയായ പവിത്ര ഏറെ സമയം ഫോൺ ഉപയോഗിക്കുന്നതിനെ ചൊല്ലി വീട്ടിൽ എപ്പോഴും അച്ഛനും അമ്മയും സഹോദരനും എപ്പോഴും ശകാരിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രി 10 മണിക്ക് ശേഷം പവിത്രയുടെ കയ്യിൽ ഫോൺ കണ്ട സഹോദരൻ ഇത് പറഞ്ഞ് വഴക്കു പറഞ്ഞു. പിന്നാലെ ഫോൺ തട്ടിപ്പറിച്ച് എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു. ഫോൺ നഷ്ടമായതിൽ മനംനൊന്ത പവിത്ര ഉടൻ തന്നെ പെട്ടെന്നുള്ള ദേഷ്യത്തിലും വിഷമത്തിലുമാണ് വീടിന് ഏറ്റവും അടുത്തുള്ള കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. സഹോദരിയെ രക്ഷിക്കാൻ ഉടൻ തന്നെ മണികണ്ഠനും കിണറ്റിലേക്ക് എടുത്തു ചാടി. രാത്രിയായിരുന്നു, 10 മണിക്ക് ശേഷമായിരുന്നു സംഭവം നടന്നത്. പിന്നാലെ തന്നെ ഫയർഫോഴ്സ് ആണ് എത്തിയത് ഇവരെ രക്ഷിക്കാൻ. പക്ഷേ ഫയർഫോഴ്സ് എത്തി ഇരുവരെയും പുറത്തെടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. പോലീസ് ഏതായാലും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു നിമിഷ വ്യത്യാസത്തിൽ തന്നെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ട ഒരു വേദനയിലാണ് അച്ഛനും അമ്മയും അതുപോലെ ആ നാടും. ഗ്രാമം ഇപ്പോൾ ഒരു നടുക്കുന്ന സംഭവത്തിൻ്റെ ഞെട്ടലാണ്. പലർക്കും ഇവരുടെ മരണം വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഏതായാലും പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്.